ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഴുത്ത ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ചക്ക വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് 4 മണിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചുളയായതുകൊണ്ട് ഒരു 10-15 നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ ചുള ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ ചുളയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 എണ്ണം എടുത്താലും മതി. അപ്പം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറ് വെച്ചു. ജാറിലേക്ക് ആ ഒരു ചുളയെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടീസ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ആ ഒരു ചക്കയുടെ മധുരം നോക്കിയതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിനി ഇത് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഞാൻ അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇതേപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇതേ രീതിയിൽ വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളമുള്ള മൈദാപ്പൊടിയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ചക്ക അരച്ചതിൻ്റെ ആ ഒരു നനവിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴാണ് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നത്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഇടുമ്പം ഇതേപോലെ ആവുന്ന ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് അരച്ചെടുക്കണം. ആദ്യമേ വെള്ളം ഒഴിക്കരുത്. കുഴച്ച് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കാരണം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാനിതൊരു മണിക്കൂറൊന്ന് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. അതിനുശേഷമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അടുപ്പിലൊരു ചീനിച്ചട്ടി വെച്ച് എണ്ണ നല്ല രീതിയിൽ ചൂടായി കിടക്കും. അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതേപോലെ കൈ ഉപയോഗിച്ച് ഓരോന്നായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ലോ ടു മീഡിയമിലേ വെക്കാവൂ. കാരണം പുറമേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, അകം വേഗത്തുമില്ല. അപ്പം ഒരു ലോ ടു മീഡിയമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കളർ മതി. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളറായി വരും. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഈ പരുവാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നിങ്ങനെ കോരി മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ചക്ക വെച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടും അകമേ നല്ല സോഫ്റ്റായിട്ടും പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.